ജീവിതം ചിലപ്പോൾ നമ്മളെ മുന്നിലേക്ക് ഒരുപാട് പാഠങ്ങൾ ഇട്ട് തരും. നമ്മൾ വിചാരിക്കുക പോലും ഇല്ലാത്തൊരു സമയത്ത് തലയിൽ ഇടുത്തേ വീഴുന്ന പോലെ കുറേ കാര്യങ്ങളങ്ങ് ഇട്ട് തരും. അപ്പോഴാണ് നമ്മൾ ശരിക്കും ഞെട്ടിപ്പോവുക. ചിലപ്പോൾ നമ്മൾ കൂടെയുള്ള ഒരാളുടെ വേർപിരിയലും കൂടി ആവാം. ഇതുപോലെ കുറച്ച് കാര്യങ്ങൾ മനസ്സിൽ വല്ലാണ്ട് അലട്ടിയിട്ടുണ്ടായിരുന്ന ഒരാഴ്ചയായിരുന്നു കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നത്. എന്താണെന്നറിയില്ല, എൻ്റെ അത്ര വലിയ അടുത്ത റിലേറ്റീവ് ഒന്നുമല്ല, എൻ്റെ കസിൻ്റെ റിലേഷൻ എന്നുള്ള രീതിയിൽ മാത്രമേ എനിക്ക് അവരെ പരിചയമുള്ളൂ. അതും നേരിട്ട് ഒരുപാട് സംസാരിച്ചിട്ടുള്ളൊരു ബന്ധമൊന്നുമില്ല. എന്താണെങ്കിലും ആ ഒരു വേർപിരിയൽ വല്ലാതെ ഹേർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടൊന്നും പറയാനില്ല. എന്തുകൊണ്ടാണെന്നറിയില്ല, ആ ഒരു ചെറിയൊരു മോനെയൊക്കെ ആലോചിച്ചിട്ടാണെന്ന് തോന്നുന്നു. അങ്ങനത്തെ ചില മൊമെൻറ്റ്സുകൾ നമ്മളെ ലൈഫിൽ കൊണ്ടുവരുമ്പോഴാണ് നമ്മൾ ഈ പണിയെടുക്കുന്നതും ജീവിക്കുന്നതും പൈസ ഉണ്ടാക്കുന്നതും അതിനു വേണ്ടി അടികൂടുന്നതും ഒന്നും അല്ലാതാവുന്നത്. നമുക്ക് പറ്റണ സമയത്തൊക്കെ ട്രാവൽ ചെയ്യുക, സന്തോഷിക്കുക. ഓരോരുത്തർ സന്തോഷം എങ്ങനെയാണോ ആ രീതിക്ക് സന്തോഷിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം. ഇനിയുള്ള എൻ്റെ ജീവിതം കുറച്ച് ട്രാവലും കുറച്ച് എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് ജീവിക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു ട്രാവൽ പോവാണ്. ഇപ്പം ഒരു ഫാമിലി ട്രിപ്പാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സംഭവം ഒരു യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ മൈൻഡൊക്കെ സെറ്റാവുന്നതാണല്ലോ ഈ ബുദ്ധിജീവികൾ പറയുന്നത്. ഈ സോളോ ട്രിപ്പായിരിക്കും അവർ ഉദ്ദേശിച്ചെങ്കിലും നമ്മളിപ്പോൾ പോകുന്നത് ഒരു വൻകിട ഫാമിലി ട്രിപ്പിലേക്കാണ്. എനിവേസ് നമ്മളെല്ലാവരും ഉണ്ട്. അച്ഛനും അമ്മയും, എൻ്റെ ഹസ്ബൻഡിൻ്റെ അച്ഛനും അമ്മയും, എൻ്റെ അച്ഛനും അമ്മയും എല്ലാവരും ഉണ്ട്. എൻ്റെ സിസ്റ്ററും മോനും ഒക്കെ കൂടെ നമ്മളൊരു അടിപൊളി ട്രിപ്പ് പോവാണ്. സോ ഇപ്പം നമ്മൾ നേരെ പോകുന്നത് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലാണ്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ എടുത്ത് നമ്മൾ വന്ദേ ഭാരതിലാണ് പോകുന്നത്. വന്ദേ ഭാരതിൽ നിന്ന് നേരെ കൊച്ചിയിലേക്ക് പോകും. അത് കഴിഞ്ഞിട്ടാണ് ബാക്കി വിശേഷങ്ങൾ വരുന്നത്. ലൈഫിൽ ഓരോരുത്തർക്കും ഓരോരോ ഫിയറാണല്ലേ. നമ്മളത് ഓവർകം ചെയ്യുന്നതിന് കൂടി നമ്മൾ സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കും. അങ്ങനെ ഒരു ഫിയർ ഉണ്ട്. ഇതിപ്പോൾ എൻ്റെ മദറിൻ ലോ ആണ്. ഭയങ്കര ഒരു ഫിയറാണ് ആൾക്ക് എക്സ്കലേറ്ററിൽ കയറുക എന്നുള്ളത്. പിന്നെ ഒത്തിരി അങ്ങോട്ട് കയറാത്തതുകൊണ്ടാണോ അല്ലെങ്കിൽ മനസ്സ് വെക്കാത്തതുകൊണ്ടാണോ എന്നറിയില്ല, ഇതിൻ്റെ മുന്നേ നമ്മൾ മോളിലൊക്കെ പോയപ്പോൾ ലിഫ്റ്റ് എടുത്തിട്ടേ ആൾ പോകാറുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ ഒരു ഫിയർ മാറ്റണമെന്ന് ഈ ഒരു ട്രിപ്പിൽ നമുക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. ഓരോ പ്രാവശ്യവും ലിഫ്റ്റ് നോക്കി പോകാൻ പറ്റില്ലല്ലോ. മോളിലൊക്കെ ആകുമ്പോൾ ഒരു പ്രാവശ്യം പോയാൽ മതി, ഇതങ്ങനെയല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഫിയർ മാറ്റിയതിൻ്റെ സന്തോഷത്തിലാണ് അമ്മ ഇരിക്കുന്നത്. സംഭവം ശരിയാണ്, എല്ലാവർക്കും ഓരോ ഫിയർ ഉണ്ടാവും. എനിക്ക് ഹൈറ്റാണ് ഫിയർ, അമ്മയ്ക്ക് ഈ ഒരു കാര്യമായിരുന്നു ഫിയർ. എനിവേസ് അത് മാറിയതിൻ്റെ ഒരു സന്തോഷത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. അങ്ങനെ നമ്മൾ ഇതാ പ്ലാറ്റ്ഫോം തപ്പി ഇറങ്ങി കോച്ച് പൊസിഷനൊക്കെ നോക്കി ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ വന്ദേ ഭാരത് വന്നിട്ടുണ്ട്. 7:57 ആയിരുന്നു. കറക്റ്റ് ടൈമിന് തന്നെ വന്ദേ ഭാരത് എത്തിയിട്ടുണ്ടായിരുന്നു. കണ്ണൂരിൽ നിന്ന് എടുക്കുന്നതായിരുന്നു 7:57. അങ്ങനെ നമ്മൾ ഇതാ കയറി ഫുള്ള് സെറ്റായിട്ടുണ്ട്. യാപ്പും ഞാൻ തമ്മിൽ ചെറിയൊരു കശപിശ ഉണ്ടായിരുന്നു വിൻഡോ സീറ്റിന് വേണ്ടിയിട്ട്. പക്ഷേ അവളെനിക്ക് വിൻഡോ സീറ്റ് വിട്ട് തന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്നറിയോ, ഫ്ലൈറ്റിൽ ഇൻ കേസ് എനിക്ക് വിൻഡോ സീറ്റ് കിട്ടിയാൽ അവൾക്ക് കൊടുക്കണം എന്നുള്ളൊരു നിബന്ധന ഉണ്ടായിരുന്നു. ആ അടിപൊളിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളെ ഫുഡ് എത്തിയിട്ടുണ്ട്. നോൺ വെജ് ആയിരുന്നു നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അപ്പവും മുട്ടക്കറിയും പിന്നെ വടയും ഈ ചട്നിയും ഉണ്ടായിരുന്നു. പിന്നെ ഒരു ഡെസേർട്ടിനായിട്ട് കേസരിയായിരുന്നു ഉണ്ടായിരുന്നത്. സംഭവം നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഒരുപാട് കഴിക്കാനൊന്നും പറ്റിയിട്ടില്ല. ആ അപ്പമൊക്കെ ഒരുപാടുള്ളത് പോലെ ഉണ്ടായിരുന്നു. ഞാനൊരു 1.5 അപ്പമൊക്കെ എനിക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ളൂ. വട ഞാൻ അച്ഛന് കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഡോറിൻ്റെ മുകളിൽ തന്നെ നമുക്ക് എക്സിറ്റ് ചെയ്യണമെങ്കിൽ ഒരു ബട്ടൺ പ്രസ് ചെയ്താൽ മാത്രമേ അതിൻ്റെ ഡോർ ഓപ്പൺ ആയിട്ട് വരുള്ളൂ. അതൊരു നല്ലൊരു സേഫ്റ്റി ഫീച്ചറായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. എനിവേസ് അത് നല്ലതായിരുന്നു. അത് കഴിഞ്ഞ് നമുക്ക് വാഷ്റൂം പോകണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയിട്ടുണ്ട്. ഇപ്പം മോം ആൻഡ് ഡോട്ടർ എന്ന് പറഞ്ഞിട്ട് വേറെ തന്നെ ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു. അതായത് ഡയപ്പർ ചേഞ്ചിങ് റൂം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതിൽ നമുക്ക് ചെറിയ ബേബീസിൻ്റെ ഇൻഫൻസിൻ്റെ ഒക്കെ നമുക്ക് ഡയപ്പേഴ്സ് ചേഞ്ച് ചെയ്യാനുള്ള ഒരു ടേബിളും സംഭവങ്ങളൊക്കെ സൗകര്യത്തിൽ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം ഒന്ന് ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. മേ ബി ഒരു 1 hour അത്രേ ആയിട്ടുണ്ടാവുള്ളൂ. അത്രേ ഉറങ്ങാൻ പറ്റിയിട്ടുള്ളൂ. കാരണം വെച്ചാൽ ഒത്തിരി വെളിച്ചമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ശരിക്കും അങ്ങോട്ട് ഉറങ്ങാൻ പറ്റിയിട്ടില്ല. ഇതൊക്കെ ഞാൻ ഉറങ്ങുന്ന ടൈമിൽ എൻ്റെ ഫോൺ അവളുടെ കയ്യിലുണ്ടായിരുന്നു. ആ സമയത്ത് എടുത്തിട്ടുള്ള കുറച്ച് ക്ലിപ്സൊക്കെ ഞാനിതിൽ ആഡ് ചെയ്തതന്നേ ഉള്ളൂ കേട്ടോ.
അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ആ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന കേസരി ഉണ്ടായിരുന്നു, അത് നേരത്തെ കഴിച്ചിട്ടില്ല, ഒത്തിരി വെള്ളപ്പൊക്കെ കുറേ കൂടുതലുള്ള പോലെ തോന്നിയിട്ട് കേസരി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്, എറണാകുളം എത്താറായിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ എണീറ്റ് ലഗേജൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 11:45 അങ്ങനെ ആയപ്പോഴാണ് എത്തിയിട്ടുണ്ടായിരുന്നത് എറണാകുളത്ത്. ഞാനിപ്പോൾ എത്തിയിട്ടുള്ളത് കൊച്ചിയിലത്തെ എൻ്റെ സിസ്റ്ററിൻ്റെ ഫ്ലാറ്റാണ്. അപ്പോൾ അവരിവിടെയാണ് താമസിക്കുന്നത്. അപ്പം കുറച്ച് നേരം അവരുടെ അടുത്ത് സ്പെൻഡ് ചെയ്യാൻ ടൈമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഇനിയിപ്പോൾ നേരെ പുറത്ത് പോയിട്ട് ലഞ്ച് കഴിക്കണം. ലഞ്ച് കഴിച്ചിട്ട് നമുക്ക് തിരിച്ചിങ്ങോട്ട് തന്നെ വന്നിട്ട് ഇവിടെ റെസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഫ്ലൈറ്റ് നമുക്ക് ഒരു രാത്രി 11 മണിക്കാണ്. സോ ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങാമെന്നാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ഇന്നത്തെ ലഞ്ച് വന്നിട്ട് കൊച്ചിയിലുള്ള മച്ച്ലി റെസ്റ്റോറൻറ്റ് വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ മുന്നേ മച്ച്ലിയിൽ പോയത് മാംഗ്ലൂരിലാണ്. അപ്പോൾ അതിൻ്റെ തന്നെ ബ്രാഞ്ച് ആണോ എന്ന് ചോദിച്ചാൽ എനിക്ക് വലിയ ഐഡിയ ഇല്ല. എനിവേസ് നമ്മൾ അത് ബ്രാഞ്ചായിട്ട് തോന്നുന്നില്ല, കാരണം അവരുടെ ഒരു സ്റ്റൈല് വേറെ തന്നെയായിരുന്നു, ഇവരുടെ സ്റ്റൈല് വേറെ തന്നെയാണ്. എനിവേസ് കുറേ ഫിഷൊക്കെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അവരുടെ എന്തോ ഒരു മേ ബി ബ്രാഞ്ച് അല്ലെങ്കിൽ അവരുടെ ഒരു കോപ്പി പോലെയൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അതേപോലെ ഫിഷൊക്കെ ഫ്രൈ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഫിഷ് ഫ്രൈ ചെയ്തിട്ടും കറി വെച്ചിട്ടും ഒക്കെ ഉണ്ടായിരുന്നു. ഫിഷും ബീഫും ചിക്കനും ഉണ്ടായിരുന്നു. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് അവിയലും തോരനും ചമ്മന്തിയും പപ്പടവും അച്ചാറും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ 4 തരം കറികളും ഉണ്ടായിരുന്നു. പിന്നെ പാൽക്കപ്പ ഉണ്ടായിരുന്നു. ഇതിനെല്ലാം കൂടിയിട്ട് 120 ആണ് അവർ വാങ്ങിക്കുന്നുണ്ടായിരുന്നത് ഒരു മീൽസിന്. പാൽക്കപ്പ ഒരു അടിപൊളി ടേസ്റ്റായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് പാൽക്കപ്പ കഴിക്കുന്നുണ്ടായിരുന്നത്. സംഭവം എനിക്ക് നല്ലോണം ഇഷ്ടമായിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറേ ഫിഷ് ഫ്രൈയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ആവോലി ഫിഷ് ഫ്രൈ വാങ്ങിച്ചിട്ടുണ്ട്, മത്തി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ചിക്കൻ 65ഉം ചെമ്മീനും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കക്ക ഇറച്ചി റോസ്റ്റ് ചെയ്ത പോലെ അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നെയ്മീൻ കറിയും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും ഒരു 1 ടൈം വിസിറ്റൊക്കെ നിങ്ങൾക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻ എടുക്കാവുന്നതാണ് എന്താണെങ്കിലും. മാംഗ്ലൂർത്തെ മച്ച്ലിയുടെ അത്ര നല്ലതായിട്ട് ഫീൽ ചെയ്യുന്നില്ലെങ്കിലും ബട്ട് ഇത് കൊച്ചിയിലായതുകൊണ്ട് ഇറ്റ്സ് ഗുഡ്, നൈസാണ്. ഫുഡ് റെഡിയൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് വന്ന് എല്ലാവരും ഡ്രസ്സൊക്കെ മാറി ഫുൾ ഓൺ റെസ്റ്റിലാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ള നമ്മളുടെ കണ്ണൂർ ടു കൊച്ചി വിശേഷങ്ങൾ. അപ്പം നമ്മൾ അടുത്ത വിശേഷം എന്തൊക്കെയാണെന്ന് കാണണ്ടേ? സ്റ്റേ ട്യൂൺഡ്. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് താങ്ക് യു സോ മച്ച്. ബൈ.